ക്വാളിറ്റി ഫസ്റ്റ്, ജനനന്മയ്ക്കായി എന്നും മുന്നിൽ, സ്വർണത്തിന്റെ മാറ്റിൽ എന്നും മുന്നിൽ. ഇന്ത്യയുടെ ആദ്യത്തെ BIS സർട്ടിഫൈഡ് ജ്വല്ലർ കൃഷ്ണ ജ്വൽസ്, നിയർ താവക്കര ബസ് ടെർമിനൽ, കണ്ണൂർ. കർമ്മം, ധർമ്മം, സത്യം, പ്യൂരിറ്റി, സോ ഡിവൈൻ. ബുധനാഴ്ച തന്നെ ബാലകൃഷ്ണൻ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. കോൺഫറൻസ് കഴിയാതെ എടുപിടിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് വരാനും പറ്റില്ലല്ലോ.
ഞങ്ങളൊക്കെ ഈ രാഷ്ട്രീയക്കാരാ. മന്ത്രിപ്പണി എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞങ്ങളെ ശങ്കരേട്ടൻ ഡിപ്പെൻഡ് ചെയ്തതിനേക്കാൾ ഞങ്ങൾ ഓരോരുത്തരും ശങ്കരേട്ടനെ ആശ്രയിച്ച ഈ നിലയിലെത്തിയത്. എന്തിനും ഏതു നേരത്തും കയറി വരാവുന്ന ഒരു വീടായിരുന്നു ഇക്കാലം അത്രയും. അതിനി അങ്ങോട്ടും ഒരു മാറ്റം ഉണ്ടാവില്ല ചേട്ടാ. അതെനിക്ക് അറിഞ്ഞൂടെ കൃഷ്ണദാസേ. സർ 4 മണി കഴിഞ്ഞു. 5 മണിക്ക് ഗാന്ധി മണ്ഡപത്തിൽ ഒരു ഉദ്ഘാടനം ഉള്ളത്. ഞാൻ വിളിക്കാം. ശരി. ഈ ശിവൻകുട്ടി ഡൽഹിയിലാണ് ഉള്ളതെന്നല്ലേ ഇന്നലെ പ്രഭാരം പറഞ്ഞത്? അതെ, ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. ശങ്കരേട്ടൻ്റെ വലിയ ചങ്ങാതിയായിരുന്നു മിനിസ്റ്റർ. അതിപ്പോൾ ആരാ മൂപ്പരുടെ ചങ്ങാതി അല്ലാതായിട്ടുള്ളത്? ഇക്കണ്ട സ്ഥാപനങ്ങൾ ഇത്രയും കാലം കൊണ്ടു നടന്നതിനിടയിൽ ആരോടെങ്കിലും വലിപ്പച്ചെറുപ്പം നോക്കി പെരുമാറിയിട്ടുണ്ടോ? നമുക്കിറങ്ങാം. കൃഷ്ണാസേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നാ ശരി. അമ്മ ഇനിയും മരുന്ന് കഴിച്ചില്ലേ? എന്തൊരിപ്പാ അമ്മയത്. ഇന്നുച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചില്ലല്ലോ. എന്തിനാ മോനെ നിന്റെ അച്ഛൻ അന്ന് എന്നോട് ഈ സാരി ഉടുത്തു വരാൻ പറഞ്ഞേ? ഇനിയിപ്പോൾ അമ്മ അതൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഒക്കെ കഴിഞ്ഞില്ലേ? വെറുതെ ഒരു കാരണമില്ലാതെ അങ്ങനെയൊന്നും പറയുന്ന ആളല്ലല്ലോ അദ്ദേഹം. അച്ഛനൊരാഗ്രഹം പറഞ്ഞെന്ന് മാത്രം കരുതിയാൽ മതി. അമ്മ ഇപ്പം ഈ മരുന്ന് കഴിക്കേ. മരിക്കുമ്പോൾ ചെടിയിൽ നിന്നും ഒരു പൂവ് കൊഴിഞ്ഞു പോകുന്നത്ര ലാഘവത്തോടെ അടർന്നു പോകണം. ജീവിതത്തിൽ അതേ ഉള്ളൂ ബാക്കി ഒരാഗ്രഹം. ഇങ്ങനെ ഇവളുടെ താളത്തിന് തുള്ളാൻ നിന്ന അച്ഛന്റെ ഉച്ചവർക്ക് നടക്കില്ല കേട്ടോ. സാരമില്ല, ഞായറാഴ്ച ആകപ്പാടെ പകൽ അവളെ ഒന്ന് കൈ കിട്ടുന്നത്.
മാളോ, മുത്തശ്ശനെ ശല്യം ചെയ്യാതാ മോളെ. താഴെ പോയി കളിക്ക്. എന്നിട്ട് പറ മുത്തശ്ശ, യക്ഷൻ പിന്നെ എന്തൊക്കെയാ ചോദിച്ചേ? യക്ഷൻ ചോദിച്ചത് പ്രകാശത്തെക്കാൾ വേഗതയുള്ളതെന്ത്. അപ്പൊ ധർമ്മപുത്രൻ എന്താ പറഞ്ഞേ? നീ പറ, പ്രകാശത്തെക്കാൾ വേഗതയുള്ളത് എന്താ? ആവോ, എനിക്കറിഞ്ഞൂടാ. എനിക്കറിഞ്ഞൂടാ. എന്താ അറിയാത്തെന്നറിയാവോ? ആ മന്ദബുദ്ധിയുടെ മോളായതുകൊണ്ട്. അപ്പൊ ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയതോ? അത് മുത്തശ്ശന്റെ ലേശം ബുദ്ധി നിനക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാ. അച്ഛൻ എന്തുകൊണ്ടാ മന്ദബുദ്ധിയായെന്നറിയോ? മുത്തശ്ശൻ വെറും പൊട്ടബുദ്ധിയായോണ്ട്. ബാക്കിയോടി പറ മുത്തശ്ശ. നിന്റെ അച്ഛൻ വലിയ ബുദ്ധിരാക്ഷസനാണെന്നല്ലേ പറഞ്ഞത്? അവനോട് പോയി ചോദിക്ക്. പ്ലീസ് മുത്തശ്ശ, പ്ലീസ്. താടിയെ പിടിച്ച് വലിച്ചു. ലോകത്തിലെ ഏറ്റവും വേഗം കൂടിയ വസ്തു മനുഷ്യൻ്റെ മനസ്സ്. ഞൊടിയിട കൊണ്ട് അമേരിക്കയിൽ പോവും, ഞൊടിയിട കൊണ്ട് സൗരയൂഥം മുഴുവൻ ചുറ്റി തിരിച്ചു വരും. അടുത്ത ചോദ്യം എന്തായിരുന്നു മുത്തശ്ശ? അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമേത്? അപ്പൊ ധർമ്മപുത്രൻ എന്താ പറഞ്ഞേ? ദിനം പ്രതി അനേകായിരം മനുഷ്യർ മരിച്ചു വീഴുന്നു. പക്ഷേ മരണം തനിക്കു മാത്രം ബാധകമല്ല എന്നുള്ള മട്ടിൽ മറ്റുള്ളവർ ജീവിക്കുന്നു. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. എന്നിട്ടോ മുത്തശ്ശ? മോളെ, മോളിങ് വന്നേ. മുത്തശ്ശൻ ഉറങ്ങി. ഉറങ്ങിയത് നിന്റെ അച്ഛൻ. അയ്യേ. പ്രണയത്തിന് ഒരു നിറമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നീല നിറമായിരിക്കും. അല്ലെങ്കിൽ തന്നെ കടലോളം അഗാധവും ആകാശത്തോളം വിസ്തൃതവുമായ സ്നേഹത്തിൻ്റെ ആനന്ദവിഹായസിന് മറ്റെന്ത് നിറമാണ് ചേരുക? മേലി, പ്രേമത്തിന് നിറം പോലും, മര്യാദയ്ക്കൊന്ന് പ്രേമിക്കാൻ പോലും അറിയാത്തവനാ പ്രേമത്തിൻ്റെ മണവും ഗുണവും തീരുമാനിക്കുന്നത്. കേട്ടോ മോളെ, പെണ്ണും പെടക്കോഴി ഒരു ഏച്ചുകെട്ടലാണെന്നും പറഞ്ഞ് താടിയും ജടയും വളർത്തു നടന്ന ഇവനെ ഒരു പെണ്ണ് കെട്ടിക്കാൻ ഞങ്ങൾ പെട്ട പാട് അല്ലേ? പോരാത്തതിൽ ഒരു സ്പൂൺ നക്സലിസവും കൂടെ. എന്നാലോ 4 ആളുടെ മുമ്പിൽ നിന്ന് 2 അക്ഷരം പറയാനുള്ള ധൈര്യവും ഇല്ല. ഒരു നാണം കുണുങ്ങി. കേട്ടോ മോളെ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പെണ്ണിവന് പ്രേമലേഖനം കൊടുത്തതും പറഞ്ഞ് ഇവൻ അവളുടെ അച്ഛൻ്റെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്തു. നമ്മുടെ ഭാര്യഭാഷയുടെ മോളെ. പിന്നെ ആ പെണ്ണിവൻ്റെ മുഖത്ത് നോക്കിയിട്ടില്ല. അവനാണ് പ്രേമം ആനയാണ് ചേനയാണെന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അവനെ ദേഷ്യം പിടിപ്പിക്കാതെ. വെറുതെയാണോ ഇതിന് അക്കാദമി അവാർഡൊക്കെ കിട്ടിയത്? ഒരബദ്ധമൊക്കെ ഏത് അവാർഡ് കമ്മിറ്റിക്കാർക്കും പറ്റും. അതെ, വലിയ ഹോട്ടലുടമയ ബിസിനസ്സുകാരനെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അരസികന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല കലയും സാഹിത്യമൊന്നും. ആർട്ട് കച്ചവടമായാൽ ദുഷിക്കേ ഉള്ളൂ. മറിച്ച് കച്ചവടം കലയായി എടുത്താൽ അത് നന്നാവും. അപ്പോൾ ഏത് ബിസിനസ്സും ദൈവീകമായിക്കോളും. ഞാൻ ഏതായാലും ഈ പറഞ്ഞ 2ാമത്തെ പോളിസിക്കാരനാണ്. നോക്ക്, ഇതാരായി വരുന്നേ? അമ്മേ, എഴുന്നേൽക്കണ്ട. എങ്ങനെയുണ്ട്? ഒരു പ്രശ്നവുമില്ല. ഒരു ടെസ്റ്റ് കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ട് കയ്യിൽ കിട്ടണം. പാസ്സായാൽ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി ഓടാം. പാസ്സാകും. ഇതെങ്ങനെ അറിഞ്ഞു? നീ വിളിച്ചു പറഞ്ഞോ? ഇല്ല, ഞാൻ വിളിച്ചിരുന്നില്ല. അതൊക്കെ ഞാൻ അറിയും. തൻ്റെ പുതിയ സമാഹാരം എനിക്കിനും കിട്ടിയിട്ടില്ല കേട്ടോ. നേരിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് തരണമെന്ന് കരുതിയതാ. അതിനിടയ്ക്ക് അച്ഛൻ ഹോസ്പിറ്റലായി. അതുകൊണ്ട് പ്രകാശൻ അല്പം നീട്ടിവെച്ചു. ഞാനിവിടെ ആയതുകൊണ്ട് കുട്ടൻ ഓഫീസിൽ നിന്ന് കിരിയാൻ സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ അറിയാമല്ലോ,
എല്ലാ പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി മുകുന്ദനുള്ളതല്ലേ? അല്ലെങ്കിലും അനുഭവം കൊണ്ടും ജീവിത വീക്ഷണം കൊണ്ടും ശങ്കരേട്ടനായിരുന്നു ആദ്യം എഴുത്തുകാരനാകേണ്ടിയിരുന്നത്. വൈകിട്ടില്ല, ഇനിയും സമയമുണ്ട്. ഏത് മാധ്യമമായാലും ഒരു കലാകാരന് അവൻ്റേതായ ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ ഒരു ആസ്വാദകന് അവൻ്റെ ലോകം വളരെ വിശാലമാണ്. ഞാൻ സന്തോഷത്തോടെ ആ ലോകത്ത് അഭിരമിച്ചോളാം. അങ്ങനെയല്ല, സ്വന്തമായി 2 വരി എഴുതി നോക്കൂ. അപ്പോൾ മനസ്സിലാകും സൃഷ്ടിയുടെ ഉന്മാദം എന്താണെന്ന്. അല്ലേ കൃഷ്ണമാസ്റ്റർ? ഒരു ഡയറി പോലും എഴുതി സൂക്ഷിക്കാത്ത ആളോടാ മുകുന്ദേട്ടനെ പറയുന്നത്. മാളുവങ്ങ് വലിയ കുട്ടിയായി പോയി. ഇപ്പം എത്രയല്ല പഠിക്കുന്നത്? 5ലാ. സ്കൂള് വിട്ടാ ഇവിടെ വരാതെ വീട്ടിലേക്ക് പോയില്ല എന്നുള്ള വാശിയാ. വൈകുന്നേരത്തെ മ്യൂസിക് ക്ലാസ് ഒരു ദിവസം മുടങ്ങിയ ഭൂകമ്പം ഉണ്ടാക്കുന്ന ആളാ. ഇപ്പൊ പാട്ടും വേണ്ട, സംഗീതവും വേണ്ട, മുത്തച്ഛൻ്റെ കൂടെ തന്നെ. അവള് പണ്ടേ മുത്തച്ഛൻ്റെ മോളല്ലേ? മോളല്ലേ മുത്തച്ഛൻ്റെ എല്ലാ കാര്യവും നോക്കാൻ, അല്ലേ മോളെ? ആ, നിന്റെ പുതിയ പുസ്തകം എവിടെ? അതിനടുത്തെ ഒരു കാര്യവും മാറ്റി വെക്കരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ബുക്കിന്റെ പ്രകാശന കർമ്മം ഇപ്പോ ഇവിടെ വെച്ച് നിർവഹിക്കുകയാണ്. ആ ശരി, അപ്പോൾ എനിക്ക് പോകാൻ സമയമായി. ഒരു മീറ്റിംഗ് കൂടിയുണ്ട്. അപ്പോൾ എല്ലാം ഭംഗിയായി കഴിയട്ടെ. വേഗം ആസ്പത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ. അതൊന്ന് മാറ്റി. ശരി, വരട്ടെ. ഓട്ടോ മോളെ. സാഹിത്യകാരൻ സാർ വായനയാണോ അതോ പഴയ കാമുകിയെക്കുറിച്ചുള്ള മനോരാജ്യത്തിലോ? ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലേ ഒരു മീരയ്ക്ക് പകരം 10,008 ഗോപികമാർ ഇവിടെ ഉണ്ടായേനെ. ഓരോ കാലത്ത് ഓരോ സന്തോഷം. കുട്ടിക്കാലത്ത് നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും, പിന്നെ കൂട്ടുകാർ, പിന്നെ ഇഷ്ടം തോന്നുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി, ആ പ്രണയം, ആ കാലം കഴിഞ്ഞാൽ ഭാര്യ, പിന്നെ നമ്മുടെ മക്കളായി നമ്മുടെ സന്തോഷം. ജീവിതത്തിൽ നമ്മെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായി ഓരോ സമയത്തും മാറിക്കൊണ്ടേയിരിക്കും. മതി മതി, ഇതാ നിങ്ങൾ സാഹിത്യകാരന്മാരോട് ഒരു കാര്യവും പറയാനാവാത്തത്. വേദാന്തോ സാഹിത്യം എപ്പോഴാ പൊട്ടി വീഴാന്ന് പറയാൻ പറ്റില്ല. പിന്നെ എഴുത്തിനോടും കലയോടും താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. പക്ഷേ അക്കാലത്ത് വല്ലാത്തൊരു അന്തർമുഖത്വം ഉണ്ടായിരുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. അന്നേ അച്ഛനെൻ്റെ ഈ ഒഴിഞ്ഞുമാറലിനെ കളിയാക്കുമായിരുന്നു. അച്ഛനാണെങ്കിൽ നേരെ മറിച്ചു. സമൂഹത്തിലുള്ള നാനാജാതി ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദം, ഒരുപാട് ബന്ധങ്ങൾ, ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാത്ത പ്രകൃതം. ശരിയാ, മുകുന്ദേട്ടനെ പോലുള്ള എഴുത്തുകാരൊക്കെ അച്ഛനെ അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ വന്നത് കണ്ടില്ലേ? സത്യത്തിൽ മുകുന്ദേട്ടൻ പറഞ്ഞതുപോലെ അച്ഛനൊരു എഴുത്തുകാരനായി തീരാഞ്ഞതിലാണ് എനിക്ക് അത്ഭുതം. എത്രയോ വലിയ ജീവിതാനുഭവങ്ങൾ, നീണ്ട യാത്രകൾ, വായന, അത്രയേറെ വ്യക്തിബന്ധങ്ങൾ. ഒരു ജന്മത്തിൽ എന്തൊക്കെയായി തീരാമോ അത്രയും വേഷങ്ങൾ ആടിത്തീർത്ത ഒരു ജീവിതം. അച്ഛനൊരു ആത്മകഥ എഴുതിയിരുന്നെങ്കിൽ അതൊരു മുതൽക്കൂട്ടായനെ. അതിന് ഇനി സമയമുണ്ടല്ലോ. ഏയ്, അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ അച്ഛനത് പണ്ടേ എഴുതിയേനെ. ശരിയാ. അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു പുസ്തകം? അച്ഛൻ തന്നെ എനിക്ക് വലിയൊരു പുസ്തകമല്ലേ? ആരാ? ആ, മോൻ വന്നല്ലോ. ഡോക്ടർ വന്നിരുന്നോ? ആ, വന്ന് നോക്കിയിട്ട് പോയി. ഞാനെന്നാ ഇറങ്ങട്ടെ. ആ, മൈലി,